ഹായ് ഗായ്സ്, അപ്പോൾ 2026 അത്യാവശ്യം നൈസായിട്ട് പോകുമെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എല്ലാം അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് പോകുന്ന കണ്ടപ്പോഴേ എനിക്ക് തോന്നി എന്തോ വരാനുണ്ട് എന്ന്. അപ്പോഴാണ് എനിക്കൊരു തോന്നൽ തോന്നിയത്, നമ്മൾ പുതിയത് എന്തെങ്കിലും ട്രൈ ചെയ്യണമല്ലോ, നമ്മളിതുവരെ ഇറങ്ങാത്ത സംഭവങ്ങളിൽ നമ്മൾ ഇറങ്ങണം എന്നുള്ളൊരു സാധനം വന്നപ്പോൾ ഐ സ്റ്റാർട്ടഡ് പ്ലേയിങ് ബാസ്കറ്റ് ബോൾ കൂടാതെ ബാസ്കറ്റ് ബോൾ നല്ല രീതിയിൽ പോകുന്നുണ്ടായിരുന്നു. തീരെ അറിയത്തില്ലെങ്കിലും നമ്മൾ ട്രൈ ചെയ്തു. അങ്ങനെ കളിച്ച് നമ്മൾ വിചാരിച്ചെന്ന് ഫുട്ബോളിലേക്കും കാല് വയ്ക്കാം എന്ന് വിചാരിച്ച് കാല് വെച്ചതാണ് ഗൈസ്. ആ കാല് വെച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നീട് എന്താ അങ്ങോട്ട് സംഭവിച്ചതെന്ന് എനിക്കും അറിയില്ല, ആർക്കും അറിയില്ല. അധികമൊന്നും സംഭവിച്ചില്ല. വീട്ടുകാരുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കാം. ഒരു കംപ്ലീറ്റ് സ്പ്രെയിൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഡോക്ടർ 3 ആഴ്ച റെസ്റ്റ് പറഞ്ഞു. പക്ഷേ ഈ ഒരു ഫേസിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ റിയലൈസ് ചെയ്യാനുള്ളൊരു സമയമായിട്ടാണ് ഞാനിത് കണ്ടത്. നമ്മൾ വിചാരിക്കും നമ്മളെല്ലാം കൊണ്ട് ഓക്കെയാണ്, നമ്മളെല്ലാം കൊണ്ട് സെറ്റാണ്, നമുക്കൊന്നിൻ്റെയും ആവശ്യമില്ല, ആരുടെയും സഹായം വേണ്ട എന്നെല്ലാം മറന്നൊരു പോക്കുണ്ടല്ലോ. ആ പോക്കിൽ നിന്ന് നമുക്കൊരു റിയലൈസേഷനാണ് അടിച്ചു കിട്ടിയത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും ബേസിക് നീഡ്സ് വരെ നമുക്ക് നടത്താൻ വേണ്ടി ഒരാളുടെ ഹെൽപ്പ് വേണ്ടി വരുന്ന ഒരവസ്ഥ. അപ്പോൾ നമുക്ക് മനസ്സിലായി ദാറ്റ് വി ടുക്ക് മെനി തിങ്സ് ഫോർ ഗ്രാൻറ്റഡ് അല്ലേ. ഇതൊന്നും ഇതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുകയില്ല. നമ്മൾ നമ്മുടെ ഡെയിലി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നു. പക്ഷേ ഇങ്ങനൊരു സംഭവം വരുമ്പോൾ വിൽ റിയലൈസ് ദാറ്റ് എത്ര പേര് നമ്മുടെ കൂടെ കാണും, ആരൊക്കെ നമ്മുടെ കൂടെ ടേക്ക് കെയർ ചെയ്യാനുണ്ടാവും. ഇതൊക്കെ എനിക്ക് ശരിക്കും ഒരു ഐ ഓപ്പണിങ് ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് ഞാൻ ലിറ്ററലി എൻ്റെ ഫ്രണ്ട്സിനോട് എനിക്ക് എത്ര ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ദാറ്റ് ചിരിച്ചുകൊണ്ട് അവർ ചെയ്യുന്നത് നിങ്ങൾ കാണണം. എല്ലാ കാര്യങ്ങളും അവർ തന്നെ, ഞാൻ ഡൗൺ ആയപ്പോഴും എന്നെ ലിഫ്റ്റ് ചെയ്യാൻ ഇവരൊക്കെ ഉണ്ടായി. അതിനുശേഷം ഒന്നും നോക്കിയില്ല, വീട്ടിലേക്ക് ഞാൻ പാക്ക് ചെയ്തു ഗൈസ്, എന്നെ തന്നെ. കാരണം ഇനി അവരെ ബുദ്ധിമുട്ടിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല എന്നെനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ഹോപ്പ്ഫുള്ളി ഒരു സ്പീഡി റിക്കവറി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് നമ്മൾ വീണ്ടും മുന്നോട്ട് പോകുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.